ഇസ്രായേലിയെയും ഹോം സ്റ്റേ ഉടമയെയും ബലാത്സംഗം ചെയ്തത് കൂടെയുണ്ടായിരുന്നവരെ കനാലിൽ തള്ളിയിട്ട് അമേരിക്കക്കാരന് അടക്കം നീന്തി കയറി ആ കുത്തൊഴുക്കിൽപ്പെട്ട ഒഡീഷക്കാരൻ മരിച്ചു. ഹംപിയിൽ നിന്നും പുറത്തേക്ക് വരുന്നത് മനസ്സിനെ നടുക്കും ക്രൂരത. പ്രതികൾ ആരെന്ന് ഇപ്പോഴും അറിയില്ല. ഇന്ത്യയെ നാണം കെടുത്തി. ഇസ്രായേലിയെയും ഹോം സ്റ്റേ ഉടമയെയും ബലാത്സംഗം ചെയ്തത് കൂടെയുണ്ടായിരുന്നവരെ കനാലിൽ തള്ളിയിട്ട് അമേരിക്കക്കാരന് അടക്കം നീന്തി കയറി ആ കുത്തൊഴുക്കിൽപ്പെട്ട ഒഡീഷക്കാരൻ മരിച്ചു. ഹംപിയിൽ നിന്നും പുറത്തേക്ക് വരുന്നത് മനസ്സിനെ നടുക്കും ക്രൂരത. പ്രതികൾ ആരെന്ന് ഇപ്പോഴും അറിയില്ല. ഇന്ത്യയെ നാണം കെടുത്തി ആ മൂന്നംഗ സംഘം. ബംഗളൂരു. ഹംപിയിൽ നിന്നും നടക്കുന്ന വാർത്ത. കർണാടകയിലെ 27-കാരിയായ ഇസ്രായേൽ വിനോദസഞ്ചാരിയെയും ഹോം സ്റ്റേ ഉടമസ്ഥയെയും കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ സംഭവത്തിൽ ഒരു മരണം സ്ഥിരീകരിച്ചു. ഒഡീഷ സ്വദേശി ബിബാഷാണ് മരിച്ചത്. ബിബാഷ് ഉൾപ്പെടെ 3 പേരെ കനാലിലേക്ക് തള്ളിയിട്ടാണ് മൂന്നംഗ സംഘം ഇസ്രായേൽ വിനോദസഞ്ചാരിയെയും ഹോം സ്റ്റേ ഉടമസ്ഥയെയും ബലാത്സംഗത്തിന് ഇരയാക്കിയത്. അമേരിക്കയിൽ നിന്നുള്ള ഡാനിയേല്, മഹാരാഷ്ട്രക്കാരനായ പങ്കജ് എന്നിവർ കനാലിൽ നിന്ന് നീന്തി രക്ഷപ്പെട്ടെങ്കിലും ബിബാഷ് മുങ്ങിപ്പോയി. തിരച്ചിലിനൊടുവിൽ ശനിയാഴ്ച രാവിലെയാണ് ബിബാഷിന്റെ മൃതദേഹം കണ്ടെത്തിയത്. വ്യാഴാഴ്ച രാത്രി ബംഗളൂരുവിൽ നിന്ന് 350 കിലോമീറ്റർ അകലെയുള്ള കൊപ്പലിലാണ് സംഭവം. കൊപ്പലിലെ കനാലിനടുത്ത് രാത്രി 11-ന് നക്ഷത്ര നിരീക്ഷണത്തിന് എത്തിയതായിരുന്നു 4 ടൂറിസ്റ്റുകളും ഹോം സ്റ്റേ ഉടമസ്ഥയും. പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും 2 പ്രത്യേക സംഘങ്ങൾ കേസ് അന്വേഷിക്കുന്നുണ്ടെന്നും കൊപ്പൽ പോലീസ് സൂപ്രണ്ട് റാംഎൽ അരസദ്ദി വ്യക്തമാക്കി. അത്താഴത്തിനു ശേഷം താനും 4 അതിഥികളും തുംഗഭദ്ര ലെഫ്റ്റ് ബാങ്ക് കനാലിനടുത്ത് നക്ഷത്ര നിരീക്ഷണം നടത്തുന്നതിനിടെ പ്രതികൾ ബൈക്കിലെത്തി ഉപദ്രവിക്കുകയായിരുന്നുവെന്നാണ് 29-കാരിയായ ഹോം സ്റ്റേ ഉടമ നൽകിയ പരാതിയിൽ പറയുന്നത്. പെട്രോൾ എവിടെ കിട്ടുമെന്ന് ആദ്യം അന്വേഷിച്ച അവർ പിന്നീട് വിനോദസഞ്ചാരികളിൽ നിന്ന് 100 രൂപ ആവശ്യപ്പെട്ടു. പണം നൽകില്ലെന്ന് പറഞ്ഞപ്പോൾ വിനോദസഞ്ചാരികളെ ആക്രമിക്കുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്തു. പിന്നീട് അവർ ബൈക്കിൽ തന്നെ രക്ഷപ്പെട്ടുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ഇസ്രായേൽ വനിതയും ഹോം സ്റ്റേ ഉടമയും ആശുപത്രിയിൽ സുഖം പ്രാപിച്ചു വരികയാണ്. പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂട്ടബലാത്സംഗം, കവർച്ച, കൊലപാതകം എന്നീ കുറ്റങ്ങൾ ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട്. വ്യാഴാഴ്ച രാത്രി ഹംപി പൈതൃക കേന്ദ്രത്തിനു സമീപമുള്ള സനാപൂർ തടാകക്കരയിൽ വിശ്രമിക്കുകയായിരുന്ന വിനോദസഞ്ചാരികളുടെ സംഘത്തെ ആക്രമിക്കുകയായിരുന്നു. അതിക്രമം തടഞ്ഞ സംഘത്തിലെ പുരുഷന്മാരെയാണ് അക്രമികൾ കനാലിലേക്കു തള്ളിയിട്ടത്. 27 വയസ്സുള്ള ഇസ്രായേലുകാരി, ഇവർ താമസിച്ചിരുന്ന ഹോം സ്റ്റേ നടത്തിപ്പുകാരിയായ 29-കാരി എന്നിവരാണ് ബലാത്സംഗത്തിനിരയായത്. വ്യാഴാഴ്ച രാത്രി ഹോം സ്റ്റേ നടത്തിപ്പുകാരിയുടെ നേതൃത്വത്തിൽ 5-അംഗ സംഘം സനാപൂർ തടാകക്കരയിലെത്തി വിശ്രമിക്കുകയായിരുന്നു. 3-അംഗ സംഘം ഇവരോട് പെട്രോളും 100 രൂപയും ആവശ്യപ്പെട്ടു. നൽകാൻ വിസമ്മതിച്ചതോടെയാണ് ആക്രമണം തുടങ്ങിയത്. തുടർന്ന് 3 യുവാക്കളെയും അക്രമി സംഘം മർദ്ദിച്ച് നദിയിലേക്ക് തള്ളിയിടുകയായിരുന്നു. ശേഷം 2 വനിതകളെയും കൂട്ടബലാത്സംഗത്തിനിരയാക്കുകയും ചെയ്തു. വിദേശി ഉൾപ്പെട്ട സംഭവമായതുകൊണ്ട് തന്നെ അതിന്റെ ഗൗരവത്തിലാണ് അന്വേഷണം.